നമസ്കാരം. എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകരെയും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മാസത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങളിലൊന്നാണ് ചൊവ്വയുടെ കന്നി രാശിയിലേക്കുള്ള മാറ്റം. അപ്പം കുറേ നാളുകളായിട്ട് ചൊവ്വയും കേതുവും കൂടെ ചിങ്ങൻ രാശിയിലൂടെ യോഗം ചെയ്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ദിക്കുകളിലേക്കാണെങ്കിലും, അതായത് ചൊവ്വ മുന്നോട്ടും കേതു പുറകോട്ടുമാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നെങ്കിൽ പോലും ഒരേ രാശിയിൽ ഒന്നിച്ചു വരുമ്പോൾ കുറേയേറെ ബുദ്ധിമുട്ടുകൾ പല നക്ഷത്രക്കാർക്കും അത് സൃഷ്ടിച്ചിരുന്നു. അപ്പം ജൂലൈ 28 2025 ജൂലൈ 28 കന്നി രാശിയിലേക്ക് ചൊവ്വ ട്രാൻസിറ്റ് ചെയ്യും. പിന്നെ സെപ്റ്റംബർ 13 വരെ അവിടെ തുടരുകയും ചെയ്യും. അതായത് ചിങ്ങം 28 വരെ അവിടെ തുടരും. അപ്പോൾ ചൊവ്വ ശരാശരി 1.5 മാസമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. ഇത്തവണ 50 ദിവസത്തോളമാണ് കന്നി രാശിയിലൂടെ ചൊവ്വ സഞ്ചരിക്കാൻ പോകുന്നത്. ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണ്? ധൈര്യവും ആത്മവിശ്വാസവും ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹവുമെല്ലാം നൽകുന്ന ഗ്രഹമാണ് ചൊവ്വ. അതുപോലെ തന്നെ എന്തിനെങ്കിലും എതിർത്ത് നിൽക്കാനും അതുപോലെ നമുക്ക് സമയത്ത് പ്രതികരിക്കാനുള്ള ശക്തിയൊക്കെ നൽകുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പം പാപഗ്രഹമാണെങ്കിലും കുറേയേറെ ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചൊവ്വ ഇപ്പോൾ കടക്കാൻ പോകുന്നത് ചൊവ്വയുടെ ശത്രുവായ ബുധൻ്റെ രാശിയിലേക്കാണ്. അപ്പോൾ ഒരു പ്രശ്നം എന്താണ്? ശത്രു രാശിയിലൂടെ കടന്നു പോകുന്ന ഒരു ഗ്രഹത്തിന്, ഒരു പാപഗ്രഹത്തിന് ഫലദാനശേഷി കുറയുകയും ഗുണഫലത്തിൻ്റെ ശേഷി കുറയുകയും ദോഷഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളൊരു പ്രമാണവും ഉണ്ട്. അപ്പോൾ ഒരു അല്പം ക്രൂരത കൂടുതലായിരിക്കും ഈ ചൊവ്വയ്ക്ക്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ശനിയുടെ ദൃഷ്ടിയിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ശനിയും ചൊവ്വയും പരസ്പര ദൃഷ്ടിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രൂരത അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു നെഗറ്റീവ് ഫോഴ്സ് ചൊവ്വയ്ക്ക് ഉണ്ടാകുന്ന ഒരു കാലമാണ്. ചൊവ്വ എല്ലാ രാശികളിലും മോശമല്ല. ജനിച്ച രാശിക്കൂറിൻ്റെ 3, 6, 11 എന്നീ ഉപജയഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലത്ത് ചൊവ്വ വളരെ യോഗകാരകനാണ്. മറ്റ് രാശികളിൽ കൂടെ സഞ്ചരിക്കുമ്പം അത്ര ഗുണകരമല്ല എന്നുള്ളതാണ്. ചില രാശികളിൽ ദോഷകരവുമാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള 9 നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഫലമാണ് നോക്കാനുള്ളത്. ഈ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് നേരത്തെ 9ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ 9ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ 10ാം ഭാവത്തിലേക്ക് കടക്കുകയാണ്. ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്ക് കടക്കുമ്പോൾ ഈ 10ാം ഭാവം ചൊവ്വയ്ക്ക് അത്ര അനുകൂലമല്ല. കർമ്മഭാവമാണ് 10ാം ഭാവം. അപ്പം നമ്മുടെ കർമ്മഭാവത്തിൽ അല്ലെങ്കിൽ ജോലിയുടെ ഭാവത്തിൽ ചൊവ്വ വന്ന് കയറുമ്പോഴത്തേക്കും ക്രൂരഗ്രഹമാണ്. ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. പല മുടക്കങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറേ പ്രതികൂലാവസ്ഥകൾ നേരിടേണ്ടി വരും. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് അതേ രീതിയിൽ മനസ്സിലാകണമെന്നില്ല. പിന്നെ ബിസിനസ്സിന് ഒക്കെ വേണ്ടിയിട്ട് കടം വാങ്ങുന്ന പ്രവണത നന്നായിട്ട് കുറയ്ക്കണം. കടം വാങ്ങിയാൽ പറയുന്ന സമയത്ത് തിരിച്ചടയ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. ഈ ചൊവ്വ 10ൽ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെയൊരു പ്രയാസമുണ്ട്. ശനിയുടെ ദൃഷ്ടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ വിഷമത ഉണ്ടാകുന്നത്. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ, പുതിയ വ്യാപാരങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമല്ല. സർക്കാരിൽ നിന്ന് ചില പ്രതികൂല നടപടികൾ നേരിടാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, രാഷ്ട്രീയക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന് വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ട് മത്സരത്തിലൂടെ മാത്രമേ സ്ഥാനമാനങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും വഴക്ക് തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പറയാം. ലൈസൻസൊക്കെ കിട്ടാൻ, പെർമിറ്റുകൾ കിട്ടാനൊക്കെ കുറേ കാലതാമസം ഉണ്ടാകാം. യാത്രകൾ മാറ്റി വെക്കേണ്ട അവസ്ഥകൾ വന്നേക്കാം. വാഗ്ദാനങ്ങൾ കൊടുത്താൽ അത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാനും പറ്റിയില്ല, മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയുമില്ല. ഈ ഒരു പ്രയാസം പല ഘട്ടത്തിലും അനുഭവപ്പെടും. കൃത്യസമയത്ത് കാര്യങ്ങൾ നടത്താനുള്ളൊരു ബുദ്ധിമുട്ട്, പല ക്രിയകളും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ തിരഞ്ഞെടുപ്പുകളിലൊന്നും അനായാസമായൊരു വിജയം കിട്ടുകയില്ല. നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. പിന്നെ ജോലി മാറ്റത്തിന് അനുകൂലമല്ല കാലം. ഈ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാൽ
പിന്നെ മറ്റൊരു ജോലി കിട്ടാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകുന്നതാണ്. പല ആളുകളും നമ്മളെ സഹായിക്കാനായിട്ടും പിന്തുണയ്ക്കാനുമായിട്ടൊക്കെ മുന്നോട്ട് വരുമെങ്കിലും നമുക്കതൊന്നും അത്ര ഗുണകരമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഈ സമയത്തുള്ള പ്രധാനമായ പ്രത്യേകത. നമ്മൾ എന്തെങ്കിലും കാര്യം ഏറ്റെടുത്ത് ചെയ്താലും പലരും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയും നേരിട്ടേക്കാം. പിന്നെ മറ്റൊന്ന് അവസരനഷ്ടമാണ്. നമ്മളെല്ലാം വളരെ സെറ്റ് ചെയ്ത് ഇരിക്കുന്ന പല കാര്യങ്ങൾക്കും കൃത്യസമയമാകുമ്പോൾ ആ ചടങ്ങ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നീട്ടി വെക്കുക, നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരു സമയത്തേക്ക് മാറിപ്പോവുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രധാന വ്യക്തിയെ ഉദ്ദേശിച്ചാണ് ചടങ്ങ് നടത്തുന്നത് വെച്ചാൽ അയാൾക്ക് വരാൻ പറ്റാതിരിക്കുക. ഇങ്ങനെ പല രീതിയിലാണ് ആ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. പിന്നെ ജോലിയിൽ പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാം. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ സ്വരച്ചേർച്ചക്കുറവ് അനുഭവപ്പെടും. വലിയ ദോഷങ്ങളില്ലെങ്കിലും ചെറിയ തോതിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടും. അതിനൊരു കാരണം കൂടെയുണ്ട്. ഈ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് അവർ ധനുക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണല്ലോ. അവരെ സംബന്ധിച്ച് ശനി കണ്ടകശനിയാണ്. 4ലാണ് ശനി സഞ്ചരിക്കുന്നത്, കുടുംബത്തിൻ്റെ ഭാവത്തിൽ. എങ്കിൽ പോലും ശനി വക്രത്തിൽ വന്നതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലെ ആ വഴക്കുകൾ കുറയും, തർക്കങ്ങളൊക്കെ കുറയും. ഇത് രണ്ടും കൂടെ ആണെങ്കിലാണ് പ്രയാസം. ചൊവ്വ 10ൽ സഞ്ചരിക്കുകയും അതേപോലെ ശനി 4ൽ സഞ്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത പ്രശ്നമായിരുന്നേനെ. പക്ഷേ ഇപ്പം ശനി വക്രത്തിലായതുകൊണ്ട്, ശനി 4ൽ തന്നെയാണ്, രാശി വിട്ടു പോകുന്നില്ല, എങ്കിൽ പോലും വക്രത്തിലായതുകൊണ്ട് കുറച്ചൊരു പ്രയാസം കുറയും. പിന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നതാണ്. കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആരോഗ്യം സാമാന്യം തൃപ്തികരമായിരിക്കും. വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. ബിസിനസ്സുകാർക്ക് ചില ധനലാഭങ്ങൾ ഉണ്ടാകാം. വ്യാഴം 7ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. അപ്പോൾ ധനുക്കൂറുകാരുടെ 7ലാണ് വ്യാഴം, മിഥുനത്തിലാണ് വ്യാഴം എന്നുള്ളത് വളരെ ഗുണകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദോഷഫലങ്ങൾ കുറയുന്നത്. ശനി വക്രത്തിലാകുന്നതുകൊണ്ട് ശനിയുടെ ദോഷം അല്പം കുറയും. വ്യാഴം 7ലായതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഗുണഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി വഴിപാടുകളെപ്പറ്റി നോക്കുമ്പം ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യണം. കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യണം. അർച്ചന ചെയ്താൽ മതി. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും ശ്രീകൃഷ്ണ ഭഗവാന് ത്രിമധുരവും സമർപ്പിച്ചാൽ വളരെ ഉത്തമമാണ്. ഇതോടൊപ്പം തന്നെ ശനി ദോഷം വരാതിരിക്കാനും ഇപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന ശനിയുടെ സമയത്ത് കുറച്ചെങ്കിലും നമുക്ക് ജീവിതം പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് ശാസ്താവിന് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ശാസ്താവിന് ഒരു അർച്ചന സമർപ്പിക്കുക, ഒരു നെയ്വിളക്കൂടെ തെളിയിച്ചാൽ കൂടുതൽ നല്ലത്. അടുത്തത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയും ഉൾപ്പെടുന്ന മകരക്കൂറുകാരുടെ ഫലം നമുക്ക് നോക്കാം. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവത്തിലായിരുന്നു ചൊവ്വ സഞ്ചരിച്ചിരുന്നത്. ആ 8ൽ നിന്ന് 9ലേക്കാണ് ചൊവ്വ കടക്കാൻ പോകുന്നത്. 9ലെ ചൊവ്വ അത്ര ഗുണകരമല്ല. ഭാഗ്യഭാവത്തിലേക്ക് ചൊവ്വ വരുന്നത് അത്ര നല്ലതല്ലെങ്കിൽ പോലും അഷ്ടമ ചൊവ്വയേക്കാൾ ഭേദമാണ് 9ലെ ചൊവ്വ എന്ന് പറയാം. ഭാഗ്യാനുഭവങ്ങൾ കുറയാം, അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ കിട്ടാനായിട്ട് കാലതാമസം നേരിട്ടേക്കാം. പിന്നെ നമുക്ക് കുടുംബസ്വത്തൊക്കെ കിട്ടാനായിട്ട് അല്പം സമയം കൂടുതലെടുക്കും. ഭൂമികാരകനാണ് ഈ ചൊവ്വ, ഭൂമിപുത്രനാണ് ചൊവ്വ. അപ്പം ഭൂമിയുടെ ക്രയവിക്രയങ്ങളെ സംബന്ധിച്ച കാലതാമസങ്ങൾ ഉണ്ടാകാം. പിന്നെ ഈ പിതൃസ്വത്തും മാതൃസ്വത്തുമൊക്കെ സംബന്ധിച്ച് കേസുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊക്കെ ആ സമയത്തൊക്കെ നമ്മളൊരു വഴിപാട് കഴിച്ചിട്ട്, ദേവിക്കൊരു വഴിപാട്, സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാട് നടത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ നമ്മൾ തീർത്ഥാടനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് നടക്കണമെന്നില്ല, അതിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറൊരു രസകരമായ കാര്യമാണ്, ദേവാലയങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പം മറ്റെന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് അത് നീട്ടി വെക്കേണ്ടി വരിക. അത് സാധാരണഗതിയിൽ ഒരു തടസ്സവും ഇല്ലാതെ പോകുന്നവർക്ക് പോലും ഈ ചൊവ്വ 9ലേക്ക് വരുന്ന സമയത്ത് അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. 9ാം ഭാവം എന്ന് പറയുന്നത് ദാനോപാസന സൗശീല്യ ഗുരവോ നമ മാതമി എന്നാണല്ലോ അത് പറയുന്നത്. അതായത് ഉപാസന സംബന്ധിച്ച, ഭക്തി അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഈ 9ാം ഭാവമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ചൊവ്വ അങ്ങോട്ട് കടന്നു വരുമ്പം അതിൻ്റേതായ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു ജോലി നമുക്ക് കിട്ടിയാൽ പോലും ആ ജോലി നമ്മളിലേക്ക് എത്താനായിട്ട് കുറച്ച് താമസം ഉണ്ടാകാം. അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഭരണപരമായ ഡിലേ ആകാം.
അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ കൃത്യസമയത്ത് പോയി ജോയിൻ ചെയ്യാൻ പറ്റാതെ ജോയിനിങ് ടൈം നീട്ടിയെടുക്കേണ്ടി വരുന്ന അവസ്ഥ ആകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ ആ തസ്തികയിൽ ഇരിക്കുന്ന ആൾ ഒന്ന് ട്രാൻസ്ഫർ ആയിട്ട് വേണം നമുക്കങ്ങോട്ട് പ്രവേശിക്കാൻ, അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകാം. ഏതെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇത് പ്രശ്നം ഉണ്ടാകാം. പിന്നെ പൊതുപ്രവർത്തകർക്ക് കുറേ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. സഹോദരങ്ങളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനോ പിണക്കത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ധനപരമായ കാര്യങ്ങൾ, പ്രമാണങ്ങൾ ഒപ്പിടുമ്പോൾ, രേഖകൾ കൈമാറുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇങ്ങേയറ്റം മെസ്സേജ് അയക്കുമ്പോൾ പോലും ഒരല്പം ദോഷകരമായ മെസ്സേജുകൾ ആർക്കും കൈമാറാതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്ട്രെയിറ്റ് വേയിലുള്ള കാര്യങ്ങൾ, നമുക്ക് നേർവഴിയിൽ ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. പിന്നെ ആരോഗ്യ പരിപാലനത്തിന് വളരെ ശ്രദ്ധിക്കണം. ചെറിയ തോതിലുള്ള പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. വലിയൊരു ആപത്തിലേക്ക് പോയില്ലെങ്കിലും ആരോഗ്യത്തെ ക്ഷീണിപ്പിക്കാൻ അത് ചിലപ്പം കാരണമാകും. വൈറൽ ഫീവർ ആണെങ്കിൽ പോലും ആരോഗ്യത്തെ ക്ഷീണിപ്പിക്കാൻ അത് കാരണമാകും. പിന്നെ രക്തസംബന്ധമായ രോഗങ്ങൾ, അത് ബ്ലഡ് പ്രഷർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രക്തക്കുറവ്, ഹീമോഗ്ലോബിൻ്റെ കുറവ്, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ചികിത്സ തേടണം. അതുപോലെ മരുന്നുകളും കൃത്യമായിട്ട് കഴിക്കേണ്ടതാണ്. ഈ ചൊവ്വയാണല്ലോ രക്തത്തിൻ്റെ കാരകനും കൂടിയാണ് ചൊവ്വ. അപ്പോൾ ഇതാണ് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരുടെ ഫലം ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫലം നോക്കുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി 3-ൽ ആണെങ്കിലും 3-ൻ്റെ ഫലം പൂർണ്ണമായിട്ടും കിട്ടുകയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മകരം, കുംഭം, മീനം രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. 3-ൽ ശനി എന്ന് പറയുന്നത് വളരെ ഗുണകരമാണ് എന്നാണ് നമ്മൾ പ്രമാണങ്ങൾ കാണുന്നതെങ്കിലും ഈ വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ആയതുകൊണ്ട് ആ 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് കിട്ടുകയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ വ്യാഴമാണെങ്കിൽ 6-ലാണ് സഞ്ചരിക്കുന്നത്. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. വ്യാഴം മറഞ്ഞു എന്ന് നമുക്ക് പറയാം. വ്യാഴം 6-ൽ സഞ്ചരിക്കുന്ന കാലത്ത് ദൈവാനുകൂല്യം കുറയും എന്നാണ് പറയുന്നത്. ആ ഒരു പ്രശ്നവും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിന് വഴിപാടുകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് അർച്ചനയും ചെയ്യണം. ശാസ്താവിന് വഴിപാട് ചെയ്യണം, ശനിയുടെ ദോഷഫലം മാറാനും ഗുണഫലം ലഭിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ചൊവ്വ 9-ലേക്ക് വരുന്നു. മാരകനല്ല എങ്കിൽ പോലും പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഒരു പക്ഷേ ഈ പ്രമാണങ്ങളിലും മറ്റും സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ കൈമാറുന്നതൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ വരാം എന്നുള്ളത് കൊണ്ട് ദേവിക്ക് മാസത്തിൽ ഒരു അർച്ചന കൊടുക്കുന്നത് നല്ലതായിരിക്കും. 1.5 മാസം ആണല്ലോ ഏകദേശം ചൊവ്വ സഞ്ചരിക്കുന്നത്. ആ ഒരു കാലത്ത് ആ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ കുടുംബദേവത ഉണ്ടെങ്കിൽ അവിടെ പോവുക, ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയിട്ടൊരു അർച്ചന സമർപ്പിക്കണം, ചൊവ്വയുടെ ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ ഗുണകരമായിരിക്കും. അടുത്തത് അവിട്ടത്തിൻ്റെ 2-ാമത്തെ പകുതി, 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം. ഈ നക്ഷത്രക്കാർ കുംഭക്കൂറിലാണ് ഉൾപ്പെടുന്നത്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ കന്നി രാശിയിലേക്ക് മാറുമ്പോഴത്തേക്കും 8-ലേക്കാണ് ചൊവ്വ ഇപ്പം വരുന്നത്. 7-ൽ നിന്ന് 8-ലേക്കാണ് വരുന്നത്. ഈ 8-ൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പല പല അനിഷ്ട സംഭവങ്ങളും നേരിടേണ്ടി വരുന്ന കാലമാണ്. അനിഷ്ടമായ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പലതും അബദ്ധത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിഷ്ടമില്ലാതെയാണ് ചെയ്യുന്നത്, അബദ്ധങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിഷമം പിടിച്ച അവസ്ഥയാണ് 8-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലം. അത് ശത്രുരാശിയും കൂടെ ആയതുകൊണ്ടാണ് കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് ഒന്നിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരിക. ഓഫീസിലാണെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ശത്രുതയോ പിണക്കമോ ഒക്കെ ഉള്ളവരുടെ കൂട്ടത്തിൽ ആ ടീമിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരിക.
അല്ലെങ്കിൽ അത്തരം ഒരു മേലധികാരിയുടെ കൂടെ ജോലി ചെയ്യേണ്ടി വരിക, അതൊക്കെ പ്രയാസകരമാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരിക, അതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കൊട്ടും താല്പര്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വരിക, നമുക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു സ്ഥലത്ത് കിടന്നുറങ്ങേണ്ടി വരിക, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ചൊവ്വ എട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകാം. എന്നും മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാലും നമ്മുടെ ബന്ധുക്കളും സഹോദരങ്ങൾ പോലും നമ്മുടെ ആത്മാർത്ഥതയെ സംശയിക്കുകയും ചെയ്യും. വല്ലാതെ ദേഷ്യം വരും ആ സമയത്ത്. ഭൂമി സംബന്ധിച്ച് നഷ്ടം ഉണ്ടാകാം, കൃഷിയിലാകാം നഷ്ടം, അല്ലെങ്കിൽ ഭൂമി വിൽപ്പനയിലാകാം നഷ്ടമുണ്ടാകാൻ സാധ്യത. സാമ്പത്തികമായ അബദ്ധങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. ഏതൊരു രേഖയിൽ ഒപ്പിട്ടാലും നന്നായിട്ട് വായിച്ച് നോക്കണം. ഇനി നമുക്കതിനുള്ള കഴിവില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ശേഷി നമുക്ക് ഇല്ല എങ്കിൽ, അറിവില്ല എന്നുണ്ടെങ്കിൽ നല്ല അറിവുള്ള ഒരാളിനെ കാണിച്ചിട്ട്, ഒരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ ഈ ഇത്തരം വ്യവഹാര കാര്യങ്ങളിലൊക്കെ അറിവുള്ള ഒരാളിനെ കാണിച്ചിട്ട് മാത്രമേ രേഖകളിൽ ഒപ്പിടാവുള്ളൂ. അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ബാങ്ക് ഇടപാടുകളിലും കൃത്യമായിട്ടുള്ള കണക്കുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. വൗച്ചറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അനാവശ്യമായ പലിശയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ടോ, നമ്മളെടുത്ത ലോണുകൾക്ക് ആ കൃത്യ ദിവസത്തേക്കാണോ പലിശ എടുക്കുന്നത്, അതോ എന്തെങ്കിലും കൂടുതൽ അതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഇനി നമ്മളൊരു സ്വർണം കൊണ്ട് പണയം വെക്കുകയാണ്, നമുക്ക് അർഹമായ തുക നമുക്ക് അതിനകത്ത് വെച്ച് കിട്ടുന്നുണ്ടോ, അതോ നടപ്പിൽ ഉള്ള വിലയേക്കാൾ കുറവേ കിട്ടുന്നുള്ളൂ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നെ പ്രമോഷൻ വൈകാം, അർഹിക്കുന്ന സ്ഥാനം കിട്ടാത്ത പ്രയാസങ്ങളുണ്ടാകാം, പൊതുപ്രവർത്തകർക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം, കുടുംബജീവിതത്തിൽ നമ്മുടെ മക്കളും ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നിയേക്കാം, ജോലി ചെയ്യുന്ന സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും ഒരു നിസ്സഹകരണം ഉണ്ടായേക്കാം, പിന്നെ വാഹനം, അഗ്നി, ആയുധം, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ പല രീതിയിലുള്ള പീഡകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും നല്ല സൂക്ഷ്മത ഉണ്ടായിരിക്കണം. ബിസിനസ്സിൽ അധികം പണം മുടക്കാൻ ഈ സാഹചര്യം യോജിച്ചതല്ല. എട്ടിൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലത്ത് അധികം പണം മുടക്കി ബിസിനസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ കടം വാങ്ങലും ഒട്ടും തന്നെ ചെയ്യാതിരിക്കുന്നതാണ് ഈ 1.5 മാസത്തേക്ക് നല്ലത്. ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ മാത്രം കടം വാങ്ങിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു സമയം ചൊവ്വയൊന്ന് മാറിയ ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 2-ലാണ്. അപ്പോൾ 7ര ശനിയുടെ അവസാന 2.5 വർഷമാണല്ലോ, അവസാനത്തെ ആ ഭാഗമാണ്. ആദ്യത്തെ 2.5 വർഷം, പിന്നെ ജന്മശനി, പിന്നെ അവസാനത്തെ 2.5 വർഷം, അങ്ങനെ 7.5 വർഷമാണ് 7ര ശനി. അതിൽ അവസാന 2.5 വർഷമാണ് ഇപ്പം ഇവർ കുംഭക്കൂറുകാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ടകശനിയാണെങ്കിലും ശനി വക്രത്തിലായതുകൊണ്ട് കുറച്ച് നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ആരോഗ്യം സാമാന്യം ഗുണകരമായിരിക്കും, വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാം. കുറച്ച് ധനലാഭമൊക്കെ ഉണ്ടാകും. ബിസിനസ്സുകാർക്കും ധനലാഭം ഉണ്ടാകുമെങ്കിലും ബിസിനസ് അത്ര ഗുണകരമായിട്ട് അനുഭവപ്പെടുകയില്ല. മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുന്ന കാലമായിരിക്കും. അതായത് ബിസിനസ് നടന്നാലും പണം നമ്മുടെ കയ്യിലേക്ക് എത്താനായിട്ട് പല പല കടമ്പകൾ കടക്കേണ്ടി വരും. വ്യാഴം 5-ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ്. സന്താനങ്ങൾക്കൊക്കെ നല്ല സന്തോഷകരമായ അന്തരീക്ഷവും, അതുപോലെ സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ നമുക്കും കുറേ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ വ്യാഴം 5-ലായതുകൊണ്ട് മറ്റ് ദോഷങ്ങൾ അല്പം കുറയും. അപ്പോൾ എന്താണെങ്കിലും ദേവിക്ക് കിടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്, പട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ്, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുന്നത് നല്ലതാണ്, ശാസ്താവിന് ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക, അല്ലെങ്കിൽ മാല, ഹാരം സമർപ്പിക്കുക, നെയ്വിളക്ക് തെളിയിക്കുക, അതൊക്കെ നല്ലതാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന് അപ്പം, അട തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പാൽപ്പായസം, ഇതിലേതെങ്കിലും ഒന്ന് നേദിക്കുക. നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഏതാണ് വഴിപാടെന്ന് വെച്ചാൽ ഈ വിഷമസന്ധികൾ മാറാനായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാം, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടുതലായിട്ട് കിട്ടാനുള്ള, ഭാഗ്യവർദ്ധനമുണ്ടാകാനുള്ള വഴിപാടുകൾ ചെയ്യാം. ഇനി നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു തുളസിമാല സമർപ്പിച്ച് ഒരു നെയ്വിളക്കം തെളിച്ചാലും ധാരാളമാണ്, നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും. അടുത്തത് പൂരിട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന മീനക്കൂറുകാരുടെ ഫലമാണ്. മീനക്കൂറുകാർക്ക് 6-ൽ നിന്നും 7-ലേക്കാണ് ചൊവ്വ മാറാൻ പോകുന്നത്.
ഏഴാം ഭാവം എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും ചൊവ്വ ഏഴിലേക്ക് ചെല്ലുന്ന അത്ര ഗുണകരമല്ല. അതിനൊരു കാരണം എന്താണ്? ശനിയുടെ ദൃഷ്ടിയിലാണ് ചൊവ്വ നിൽക്കുന്നത്. പിന്നെ ശത്രുക്ഷേത്രത്തിലാണ് ചൊവ്വ സഞ്ചരിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പ്രണയിക്കുന്നവർക്കാണത് പെട്ടെന്ന് അനുഭവപ്പെടുന്നത്. പല പല തെറ്റിദ്ധാരണകളും ഉണ്ടാകാം, ഒരുപക്ഷെ പിണക്കങ്ങൾ പോലും ഉണ്ടാകാം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അത് കുടുംബജീവിതത്തെ ഒരു പരിധിവരെ ബാധിക്കാനും സാധ്യതയുണ്ട്. എപ്പോഴും ഒരേ അഭിപ്രായത്തിൽ പൊയ്ക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് തർക്കങ്ങൾ വരുമ്പോഴാണ് ഒരു പ്രയാസം അനുഭവപ്പെടുന്നത്. കൂട്ടുകച്ചവടത്തിലും ഇതേപോലെ തന്നെ ഒന്നിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പാർട്ട്ണർമാർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊരു ഭിന്നത മാനസികമായിട്ട് തന്നെ ഉണ്ടാകും. പിന്നെ നിയമങ്ങൾ പലപ്പോഴും പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് നിയമ നടപടികൾക്ക് വിധേയനാകേണ്ടി വന്നേക്കാം. മത്സരങ്ങളിൽ നമ്മുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമം സൃഷ്ടിച്ചേക്കാം. ആരോപണങ്ങളെ നേരിടേണ്ട സ്ഥിതി സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ ഉണ്ടായേക്കാം. പിന്നെ ചെലവ് വളരെ വർദ്ധിക്കുന്നതാണ്. യാത്രകൾ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുന്നതുകൊണ്ടാണെങ്കിലും വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങിക്കുന്നതാണെങ്കിലും വീട്ടിൽ ലക്ഷറീസ് ആയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന ഒക്കെ ആണെങ്കിലും ധനം നന്നായിട്ട് ചിലവാകുന്ന ഒരു കാലമാണ്. വിവാഹ കാര്യത്തിൽ തീരുമാനമാകാൻ സാധ്യതയുണ്ട്. അവിടെയും ചെലവ് വർദ്ധിക്കും എന്നുള്ളത് ഓർക്കണം. പിന്നെ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് കഠിനമായ പരീക്ഷകൾ നേരിടേണ്ടി വരും. അതായത് സർക്കാരിൽ നിന്ന് പല കാര്യങ്ങൾ ലൈസൻസോ പെർമിറ്റോ ഒക്കെ കിട്ടണമെങ്കിൽ പലതവണ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ നേരിട്ടേക്കാം. പിന്നെ ജീവിത പങ്കാളിക്ക് ചെറിയ തോതിലാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലമാണ്. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയും കൂടിയാണ്. അതാണ് ഈ അനുഭവങ്ങൾ അല്പം കഠിനമാകാൻ കാരണം. പക്ഷേ ശനി വക്രത്തിലായതുകൊണ്ട് വലിയ മാരകദോഷമൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും. എങ്കിൽ പോലും ചൊവ്വ ഏഴിലും ശനി ജന്മത്തിലുമായതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരുടെയും ആരോഗ്യം സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് ഇത്. ശനി വക്രത്തിലായതുകൊണ്ട് വളരെ ദോഷം ചെയ്യൽ, ചികിത്സിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. സാമാന്യമായ ആരോഗ്യമായിരിക്കും അനുഭവപ്പെടുന്നത്. ബിസിനസ്സുകാർക്ക് അത്ര ഗുണകരമല്ല കാലം. പിന്നെ വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നതും അത്ര ഗുണകരമല്ല. ദൈവാധീനം അല്പം കുറയാനും സാധ്യതയുണ്ട്. വലിയ ദോഷകരമല്ല എന്ന് മാത്രം. അപ്പോൾ പ്രധാനമായിട്ടും ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം, ശാസ്താവിന് വഴിപാട് ചെയ്യണം. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും അർച്ചനയോ തുളസിമാലയോ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യണം. ഇതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന താൽക്കാലിക ഫലം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ പരിചയക്കാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും ധാരാളമായിട്ട് ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.